ഇന്ത്യയെ ആശ്രയിക്കാതെ പാകിസ്ഥാന് സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതിന്റെ പ്രധാന കാരണം സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട കരാറാണ്. ഉറി ഡാം തുറന്നുവിട്ടത് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഹട്ടിയാൻ ബാല ജില്ലയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായി. ഒരു ജലയുദ്ധമുണ്ടായാൽ ആരു ജയിക്കുമെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ഇതാദ്യമായി വ്യത്യസ്ത രീതിയിലുള്ള യുദ്ധത്തിലേക്ക് കടക്കുന്നതായുള്ള അഭ്യൂഹം ശക്തമാവുകയാണ്. നാളിതുവരെ ഭീകരാക്രമണത്തിന് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലുമുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിരുന്നതെങ്കിൽ നേരിട്ടൊരു സൈനിക നീക്കമില്ലാതെ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയെ ആശ്രയിക്കാതെ പാകിസ്ഥാന് സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതിന്റെ പ്രധാന കാരണം സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട കരാറാണ്. പാകിസ്ഥാൻ ജനജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സിന്ധു നദി. ഈ നദിയിൽ നിന്നുള്ള ജലപ്രവാഹം നിലച്ചാൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയും സാമ്പത്തിക രംഗവും തരിപ്പണമാകും. സിന്ധു നദിയെയും അതിന്റെ പോഷക നദികളെയുമാണ് പാകിസ്ഥാൻ 16 ദശലക്ഷം ഹെക്ടർ കൃഷിയുടെ ജലസേചനത്തിനായി ആശ്രയിക്കുന്നത്. ഈ മേഖലയാണ് പാകിസ്ഥാന്റെ GDPയുടെ 23% സംഭാവന ചെയ്യുന്നതും. ഗ്രാമീണ തൊഴിലാളികളുടെ 45% മുതൽ 68% തൊഴിലുകളും ഈ നദിയെ ആശ്രയിച്ചാണ് എന്നറിയുമ്പോഴാണ് ജലയുദ്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഉറി ഡാം തുറന്നുവിട്ടതോടെ വിഷയം സങ്കീർണവും അനിശ്ചിതത്വം നിറഞ്ഞതുമായി തീർന്നിരിക്കുകയാണ്. ഉറി ഡാം തുറന്നുവിട്ടത് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഹട്ടിയാൻ ബാല ജില്ലയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായി. പാകിസ്ഥാൻ ഇതിനെ സിന്ധു നദീജല കരാറിന്റെ ലംഘനമായാണ് വിമർശിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലതർക്കം 1960 സിന്ധു നദീജല ഉടമ്പടിയെ കേന്ദ്രീകരിക്കുന്നു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട ഈ ഉടമ്പടി സിന്ധു നദീതടത്തിലെ ജലം ഇരു രാജ്യങ്ങൾക്കും വിഭജിച്ച് നൽകുന്നതാണ്. കരാർ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ്, ബിയാസ്, രവി എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ധലം, ചിനാബ് എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാനും ലഭിക്കുന്നു. ഇന്ത്യ വഴി ഒഴുകുന്ന ഈ പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന് ജീവനാഡിയാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഈ ഉടമ്പടി റദ്ദാക്കിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത്. ഒരു ജലയുദ്ധമുണ്ടായാൽ ആരു ജയിക്കുമെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. പാകിസ്ഥാനെതിരെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ ഇന്ത്യക്കാണെന്ന് പറയാം. കാരണം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പടിഞ്ഞാറൻ നദികളുടെ ഉറവിടം ഇന്ത്യയിലാണ്. ഇത് ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള ശേഷി നൽകുന്നു. വെള്ളം തുറന്നുവിട്ട് വെള്ളപ്പൊക്കമോ ഒഴുക്ക് കുറച്ച് വരൾച്ചയോ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയും. നദികളുടെ വേഗത കൂട്ടാനും കുറയ്ക്കാനുമെല്ലാം കഴിയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ വെള്ളം തടഞ്ഞു നിർത്താനുള്ള ശേഷി ഇന്ത്യക്കില്ല. വൻതോതിൽ ജലം തടയാനുള്ള വലിയ ഡാമുകൾ നിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. ഉറി, കിഷൻഗംഗ, റാട്ടിൽ തുടങ്ങിയ പദ്ധതികൾ നിലവിൽ വൈദ്യുതോൽപാദനത്തിനുള്ളതാണ്. ഭാവിയിൽ ഇന്ത്യ ജലം തടയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക മേഖല തകരും. തിരിച്ച് ഇന്ത്യയിലേക്ക് ജലം നിയന്ത്രിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായ നേട്ടം പാകിസ്ഥാനില്ല. സൈനിക നടപടി, നയതന്ത്രം, അന്താരാഷ്ട്ര ഇടപെടൽ എന്നിവയാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഓപ്ഷനുകൾ. ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ ചൈനയെയാകും പാകിസ്ഥാൻ ആശ്രയിക്കുക. ഇന്ത്യയുടെ മുകളിൽ ജല ഉറവിടമുള്ള രാജ്യമാണ് ചൈന. ബ്രഹ്മപുത്ര പോലുള്ള നദികൾ തടയാം, പക്ഷേ ഇത് അസാധ്യമായ കാര്യമാണ്. അതായത് പാകിസ്ഥാനോ ചൈനയ്ക്കോ ഇന്ത്യയിലേക്കുള്ള ജലം തടയാനുള്ള ശേഷി ഇല്ലെന്നർത്ഥം. ഇന്ത്യ ജലയുദ്ധത്തിലേക്ക് കടന്നാൽ അനുനയമായിരിക്കും പാകിസ്ഥാന്റെ മുന്നിലുള്ള പ്രഥമ വഴി. സൈനിക ഇടപെടൽ ഉണ്ടായാൽ ഇന്ത്യയുടെ വലിയ സമ്പദ് വ്യവസ്ഥയും സൈനിക ശക്തിയും ദീർഘകാല സംഘർഷത്തിൽ മേൽക്കൈ നൽകും. എങ്കിലും ഇരു രാജ്യങ്ങളും ആണവായുധ ശക്തികളാണെന്നത് മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. വിനാശകരമായ യുദ്ധം ഒഴിവാക്കി തന്ത്രപരമായ നയതന്ത്ര മേൽക്കൈ നേടാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശ്രമം. ജലത്തെ ആയുധമാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം പഹൽഗാമിന് ശേഷമുള്ള ദേശീയവാദ പ്രചാരണവും മന്ത്രിമാരുടെ പ്രസ്താവനകളും ശക്തിപ്പെടുത്തുന്നു. എന്നാൽ സാങ്കേതിക പരിമിതികളും സിന്ധു നദീജല കരാറും ഇന്ത്യക്ക് മറികടക്കേണ്ടതുണ്ട്. ഉറി ഡാം തുറന്നുവിട്ടതുപോലുള്ള ഇന്ത്യയുടെ തിരിച്ചടികൾ പാകിസ്ഥാൻ ഏതു രീതിയിലാകും നേരിടുകയെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സിന്ധു ജലത്തോടുള്ള പാകിസ്ഥാന്റെ അവിഭാജ്യ ആശ്രയം
വിമാനാശ്രയം ശക്തമായ പ്രതികരണത്തിന് ഇടയാക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ സംഘർഷം അയവ് വരുത്തുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ.